പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ ഹൈന്ദവപരമായിട്ടുള്ള ആചാര മര്യാദകളെ പാലിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും രഹസ്യമാക്കി വെക്കേണ്ടുന്ന 10 കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് നമ്മൾ പുറത്ത് പറഞ്ഞു നടന്നാൽ, നമ്മുടെ ഉള്ളകം വിട്ട് ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ദുരവസ്ഥകൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മേൽ പ്രബലരായി മാറാനും, നമ്മുടെ നല്ല ഭാഗ്യങ്ങളെല്ലാം കൈവിട്ടു പോകാനും, നമ്മുടെ ജീവിതം തന്നെ താറുമാറാകാനും ഇതൊരു കാരണമാകും. പലർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ മറ്റ് പലരോടും പറഞ്ഞു നടക്കുന്നതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ വീഡിയോ ചാനലിന്റെ കീഴെ തന്നെ വന്ന് കമന്റുകളിൽ ഇതൊക്കെ പറയുന്നതും കാണാം. ദയവേത് നിങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ എതിരാളിക്ക് അടിക്കാൻ ഒരു വടി കൊടുക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ തന്നെ കടപുഴക്കി എറിയിക്കാനുള്ള തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ തുറന്നു പറച്ചിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഇത് മാറുന്നതാണ്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജപസാധന രീതികൾ എന്നുള്ളതാണ്. അതായത്, നിങ്ങൾ ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കുന്നു, നിങ്ങൾ ഏതൊക്കെ വ്രതം എടുക്കുന്നു, നിങ്ങളുടെ ജീവിതചര്യയിൽ നിങ്ങൾ താന്ത്രികപരമായിട്ടും മാന്ത്രികപരമായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ചിലർ അങ്ങ് തുറന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വിശ്വാസമുള്ള ആചാര്യന്മാരടുത്ത് മാത്രം തുറന്ന് പറയുക, അല്ലാതെ വേറൊരാളടുത്തും പറയരുത്. രഹസ്യ ഉപാസനകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളടുത്തും പറയണ്ട. ഇത് ഗുരുനാഥൻ മാത്രമായിട്ട് നമുക്ക് തരുന്നൊരു കാര്യമാണ്. അതിനെ മറ്റൊരാളടുത്ത് പറയാതിരിക്കാൻ നോക്കണം. പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്, ചില മന്ത്രങ്ങൾ അവർ ജപിച്ചു, കുറച്ച് ഗുണം കിട്ടി, ഉടനെ അത് നോട്ടീസ് ചെയ്ത് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില രഹസ്യ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചില ആചാര്യന്മാർ ഉപദേശിച്ചു കൊടുത്തു, അത് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരിലേക്കും എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും എത്തിച്ചേരേണ്ടതില്ല. പകരം ചില രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് താന്ത്രികപരമായിട്ടുള്ള മാന്ത്രികപരമായിട്ടുള്ള ചില രഹസ്യങ്ങൾ നമുക്ക് ദൈവമായിട്ട് കൊണ്ടുവരുന്നതാണ്. ചിലപ്പോൾ നമുക്കത് ഗുണം ചെയ്തു, എന്നാൽ മറ്റൊരാൾക്ക് അത് ഗുണം ചെയ്തില്ല എന്ന് വന്നേക്കാം. അപ്പൊ നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ ഉപയോഗിച്ചിട്ട്, ഇതൊന്നും കൊണ്ട് എനിക്കൊരു ഗുണമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു അമ്മയ്ക്ക് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. ഈ അമ്മ നാട്ടിലുള്ള 4-5 പേരെ വിളിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ ചെന്നു. പക്ഷെ ഈ അമ്മയ്ക്ക് കിട്ടിയ ഗുണമൊന്നും മറ്റൊരാൾക്കും കിട്ടിയില്ല. അവർ ആ ക്ഷേത്രത്തെ കുറ്റം പറയാൻ തുടങ്ങി. പതിയെ നോക്കിയപ്പോൾ ഈ അമ്മയ്ക്ക് കിട്ടിയ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും അമ്മയുടെ ജീവിതത്തിൽ കുറേയധികം പ്രതിസന്ധികൾ വന്നു ചേരുകയും ചെയ്തു. ആ അമ്മ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് അവിടെ നിന്ന് ദൈവദർശനം കിട്ടി, അമ്മയുടെ ഭക്തി ഉണ്ട്, അമ്മയുടെ കാരണങ്ങൾ കൊണ്ടും അമ്മയ്ക്ക് അവിടെ കിട്ടി. പക്ഷെ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമുക്കായിട്ട് ചില കാര്യങ്ങൾ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നമ്മൾ സന്തോഷിക്കുക. മറ്റുള്ളവർക്ക് പ്രലോഭനം കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുമെന്ന് പ്രലോഭനം കൊടുക്കാതിരിക്കുക. വേണമെങ്കിൽ അത് നല്ല ക്ഷേത്രമാണ്, അവിടെ പോയാൽ നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, അവിടുത്തെ ഈശ്വര ശക്തി ഉള്ളതാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ നമുക്ക് കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും കിട്ടി എന്നുള്ള രീതിയിൽ വാഗ്ദാനം കൊടുത്ത് ഒന്ന് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ക്ഷേത്രജമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല, അവിടുത്തെ ചൈതന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നേട്ടങ്ങളെ പൊക്കിക്കാണിച്ച് ഒരു ക്ഷേത്രത്തിലേക്ക് ഒരാളെ ആനയിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗി. ഇതുപോലെ തന്നെ പൂജാ രഹസ്യങ്ങൾ, മന്ത്രരഹസ്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവർക്കും അതിന്റെ ഗുണം അവരുടെ ജാതക നിലയിലേക്ക് ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഗുണം അവിടെ കിട്ടണമെന്നില്ല. അവിടെ ചിലപ്പോൾ ജാതകപരമായിട്ടുള്ള ചില ദോഷങ്ങൾ മാറ്റേണ്ടതായിരിക്കും. അവിടെ ജന്മമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് ഇതിന്റെ ഊർജ്ജം എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത്, അവർ ഇതേ കർമ്മം ചെയ്തിട്ട് അവസാനം പറയും ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല, ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചേക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ഇത്തരം കാര്യങ്ങൾ പ്രേരണാ സ്വഭാവത്തോടു കൂടി മറ്റൊരിടത്ത് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു ബാക്കി പത്രമാണെന്ന് തന്നെ പറയാം. ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ചിലപ്പോൾ ചിലർക്ക് അവരുടെ ജീവിതത്തിൽ കുറേ അധികം വ്രതം എടുത്തപ്പോൾ ഇന്ന ഗുണം കിട്ടി, ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്ന ഗുണം കിട്ടി.
ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ പറയും ഇന്ന തിങ്കളാഴ്ച വ്രതം എടുത്താൽ നല്ല വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അറിവ് പകർന്നു കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഒരു സ്വപ്നത്തിലൂടെ ഒരു ദൈവദർശനം കിട്ടി. ആ ദൈവദർശനത്തിലൂടെ അവർ സഞ്ചരിച്ചപ്പോൾ അവർക്ക് വളരെ ഗുണപരമായിട്ടുള്ള ഒരു കാര്യം കിട്ടി. അങ്ങനെയെങ്കിൽ അവർ ആ സ്വപ്ന കാര്യങ്ങളെ കുറിച്ചൊന്നും മറ്റുള്ളവർക്ക് റിവീൽ ചെയ്യരുത്. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അവർക്ക് മാത്രമായിട്ട് ചില ദർശനങ്ങൾ കൊടുത്തു. അപ്പോൾ മനസ്സിൽ പറയണം, നീ ഇന്ന കാര്യങ്ങൾ ചെയ്തു, നിന്റെ ജീവിതത്തിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങളടുത്ത് പറഞ്ഞു തരികയാണ്. അതിന് പ്രകാരം നിങ്ങൾ ആ ദൈവാനുഗ്രഹത്തിന്റെ പിന്നാലെ സഞ്ചരിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായി. അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് കിടക്കുക. ഇത് നിങ്ങളും ഈശ്വരനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ കിട്ടിയ കാര്യങ്ങളാണ്. ഇത് പറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആ ശക്തിയുടെ ചൈതന്യം നമ്മളിൽ നിന്ന് വിട്ടുമാറിപ്പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. മൂന്നാമത്തെ കാര്യം ഭാവിയിലെ വലിയ പദ്ധതികൾ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ കുറേയധികം പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യും. അത് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഒരു കൃപാകടാക്ഷം അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഭാവി പദ്ധതികളെ നമ്മൾ മറ്റുള്ളവരുടെ ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് അസൂയുള്ള കുറച്ച് പേര് കാണും, നമ്മുടെ ശത്രുവായിട്ടുള്ള കുറച്ച് പേരുണ്ടാകും. ഈ അസൂയുള്ള ആള് നമ്മൾ വലുതായി പോകുമെന്നുള്ള ഇതുകൊണ്ട് തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല അതിന് കുതന്ത്രം വയ്ക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നു. ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉയർച്ച ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കും. അദ്ദേഹം എന്ത് ചെയ്യും, നമ്മുടെ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പേ അതിനെ തകർക്കാനുള്ള മാർഗങ്ങൾ അവലംബിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയിലെ വലിയ പദ്ധതികളൊന്നും അധികം പേരെടുത്ത് പറഞ്ഞു നടക്കരുത്. ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള 1-2 പേരെടുത്ത് പറയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ഒരുപാട് പേരിൽ ഇങ്ങനെ സർക്കിളുകളിൽ പറഞ്ഞു നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ചില രഹസ്യ കാര്യങ്ങൾ. ഈ കുടുംബത്തിനകത്ത് ചില രഹസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുക, അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ. ചില വ്യക്തികളുണ്ടല്ലോ, കണ്ണി കാണുന്ന എല്ലാവരും തങ്ങളുടെ കുടുംബ രഹസ്യങ്ങൾ ഇങ്ങനെ വെളിവാക്കിക്കൊണ്ട് നടക്കും. അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ദുർബലതകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലെ ചില ദൂഷ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പുറത്തറിയുന്നതെങ്കിൽ അത് മറ്റുള്ളവരുടെ ചെവിയിലെത്തി നിങ്ങൾ നാളെ അപഹാസ്യരാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുടുംബത്തിനകത്ത് വരുന്ന ഇത്തരം കാര്യങ്ങൾ അധികം പുറത്ത് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പലപ്പോഴും വിശ്വസിച്ച് പറയുന്ന വ്യക്തികളിൽ നിന്നായിരിക്കും, നമ്മളൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് പറയുന്നത്, അവരായിരിക്കും പലപ്പോഴും പുറത്തേക്ക് ചോർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശ്വസ്തരാണെന്ന് തോന്നുന്ന 1-2 പേരെടുത്ത് പറയുന്നതിൽ തെറ്റില്ല, പക്ഷെ അധികം സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ നോക്കേണ്ടതാണ്. 5ാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുമോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടും യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. അപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുക. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൗർബല്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക എന്ന് പറയും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണും, ചില ദൗർബല്യങ്ങൾ കാണും. അത് നമ്മൾ പുറമേ നിന്ന് നോക്കും പോലെയുള്ള ഒരു കാഴ്ചപ്പാടിലല്ല അത് കാണപ്പെടുന്നത്. ചിലർക്ക് ആരോഗ്യമായിരിക്കും, ചിലർക്ക് മനക്കരുത്തായിരിക്കും, ഇങ്ങനെ പലതും കാണും. എന്നാൽ ഒരു വ്യക്തിക്ക് തന്നെ ദൗർബല്യങ്ങളുള്ള ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് പറയുകയോ ആ കാര്യം പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ പറ്റാത്ത കണ്ടീഷനും ഉണ്ടായിരിക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ ദൗർബല്യ അവസ്ഥകളെ കുറിച്ച് മറ്റൊരാൾക്കും പറയാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാര്യം ഈ ദൗർബല്യം മനസ്സിലാക്കി വെക്കുന്ന ഒരാൾക്ക് അയാൾ എപ്പോഴെങ്കിലും നമ്മുടെ ശത്രുവായി മാറുന്ന സമയത്ത് ആ ദൗർബല്യ അവസ്ഥയെ തന്നെ കയറി പിടിച്ച് നമ്മളെ തളർത്താനും നമ്മളെ താഴെ ഇടാനും കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ ദൗർബല്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത കാര്യം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾക്ക് ധനമുണ്ടോ, എവിടെയൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്ത് പറഞ്ഞ് നടക്കാതിരിക്കാൻ നോക്കണം. കാരണം ധനത്തിന് ആവശ്യമുള്ള ഒട്ടനവധി പേരുണ്ട്. അപ്പോൾ അവര് നമ്മുടെ അടുത്ത് ചോദിക്കാൻ വരും, നമുക്ക് അത് കൊടുക്കാനൊന്നും പറ്റില്ല, നമ്മുടെ നാളത്തെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ശാപം കിട്ടുക, അവരുടെ കണ്ണീർ വീഴുക, അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. മാത്രമല്ല ധനത്തെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കള്ളന്മാരായിട്ടും കൊള്ളക്കാരായിട്ടുള്ള ആൾക്കാരുടെ ചുറ്റുപാടുകളും ഉണ്ട്. നിങ്ങളുടെ ധനസ്ഥിതി പുറത്ത് അറിയുകയുണ്ടായാൽ അവര് നമ്മളെ ആക്രമിക്കാനോ നമ്മുടെ പക്കൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ധനസ്ഥിതി അധികം പറയരുത്. മാത്രമല്ല ലക്ഷ്മി കടാക്ഷമുള്ള ഒരാൾക്ക് നമുക്ക് ഈ ധനം കൊണ്ടുവരുന്നതെല്ലാം ലക്ഷ്മിയുടെ സ്വാധീനമാണ്. ഈ ലക്ഷ്മിയെ ഇങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ അധികം ഇത് പുറത്തേക്ക് പറയരുത്. ഇനിയിപ്പം നമ്മളൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മുടെ ധനകാര്യങ്ങളെ കുറിച്ച് പറയുന്നത് തെറ്റില്ല. ഒരു ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, നമ്മൾ ടാക്സ് അടയ്ക്കണം, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളെ സോഴ്സുകളൊക്കെ തുറന്ന് പറയേണ്ടതുണ്ട്, അതൊന്നും തെറ്റില്ല. എന്നാൽ ഈ പൊതുജനത്തിന്റെ ഇടയിൽ നമ്മുടെ സാമ്പത്തിക നിലവാരത്തെ കുറിച്ച് അധികം പറഞ്ഞു നടക്കാതിരിക്കുന്നതാണ് ഉത്തമം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദാനധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു നടക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വ്യക്തികൾക്ക്
ചില ദാനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ശീലമുണ്ട്, നല്ല വ്യക്തികളുടെ ഒരു ലക്ഷണമാണ്. പക്ഷെ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയാൻ പാടില്ല എന്നല്ലേ പറയുന്നത്. അതായത് നമ്മൾ കൊടുത്ത സഹായങ്ങൾ മറ്റുള്ളവർക്ക് വിളിച്ചു ചോദ്യം നടക്കുന്നത് അത്ര നല്ലതല്ല. എന്നാൽ ഇന്നേ കാലത്ത് ഫേസ്ബുക്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ മറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് നമുക്ക് കാണാനുള്ളൂ അല്ലേ. പലരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു നടക്കുന്നത്. പക്ഷെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയില്ല എന്ന് വരും. കാര്യം ദാനം സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന എല്ലാവരെയും സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ ദുഃഖം നമ്മളുടെ ഏൽക്കേണ്ടി വരും. കാര്യം അവർ വിചാരിക്കും നമ്മൾ ബോധപൂർവ്വം അവരെ സഹായിച്ചില്ല എന്നുള്ള രീതിയിലായിരിക്കും. മാത്രമല്ല ഈ ദീനന്റെ ആയിട്ടുള്ള വ്യക്തിയുടെ ആ കണ്ണീര് നമുക്ക് കാണേണ്ടി വന്നാൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് ഫലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് കൊടുത്തത് നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം കൊടുത്തോളൂ, പക്ഷെ അധികം പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുന്നതാണ് അത് നല്ലത്. അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ട സ്വപ്നങ്ങളെല്ലാം പുറത്ത് പറയരുതെന്നുള്ളതാണ്. ദുസ്വപ്നങ്ങൾ നമ്മൾ പുറത്തു പറയാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുറത്തു പറയണം, അതിന്റെ ശക്തി ക്ഷയം വരും. എന്നാൽ നല്ല സ്വപ്നങ്ങൾ, ദൈവങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ അത് ആചാര്യന്മാരടുത്ത് പറയാം, മറ്റുള്ളവരടുത്തൊന്നും ഇത് പറഞ്ഞു നടക്കരുതെന്നാണ് പറയുന്നത്. എന്നാൽ സ്വപ്നത്തിന്റെ ഫലം കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നല്ല സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ പേരെടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ആ സ്വപ്ന ഫലം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ വീട്ടിന്റെ സുരക്ഷാ വിവരങ്ങളെ കുറിച്ച് പുറത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടില് മറ്റുള്ളവരുടെ ആക്രമണം ഉണ്ടാവാതെ കള്ളന്മാരെ കയറാതിരിക്കാനൊക്കെ നമ്മൾ ചില മാർഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഡോറിന്റെ ലോക്ക്, അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇത് നമ്മൾ പുറത്തധികം പേരെടുത്ത് പറയരുത് എന്നുള്ളതാണ്. കാര്യം നമ്മുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പുറത്തേക്ക് പോയാൽ അത് പെട്ടെന്ന് തന്നെ ഒരു കള്ളനോ അല്ലെങ്കിൽ അധർമ്മിയായിട്ടുള്ള ഒരാൾക്കോ അത് ആയുധമാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലേക്ക് അവർക്ക് നുഴഞ്ഞേറാൻ പറ്റും. നമ്മൾ എവിടെയൊക്കെ CCTV സ്ഥാപിച്ചിരിക്കുന്നു, സ്ഥാപിച്ചിട്ടില്ലേ, അങ്ങനെയുള്ള വിവരങ്ങൾ എല്ലാം നമ്മുടെ തന്നെ പക്കലിരിക്കുന്നതാണ് നല്ലത്. ഇതെല്ലായിടത്തും വിളിച്ച് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് തന്നെ പ്രയാസമുള്ള കാര്യമായി മാറുന്നതാണ്. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളാണ്. നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ നേടിയെടുത്ത ചില ആത്മീയമായിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കപ്പെടുന്നവയും ആയിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വരൂപിച്ചെടുത്ത ആ ആത്മീയ അനുഭവങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ അത് കളിയാക്കപ്പെടുകയോ നമ്മളെ കുറ്റം പറയുകയോ, ചിലപ്പോൾ ചിലർ ഈ വ്യക്തിക്ക് ഭ്രാന്താണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞേക്കും. എന്തിനാണ് നമുക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയ ഈ ആത്മീയ അനുഭവങ്ങളെ മറ്റൊരാളുടെ പറഞ്ഞ് ഇങ്ങനെ അതിനെ ഇകഴ്ത്തി കാണിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം? നമുക്ക് കിട്ടിയ അനുഭൂതിയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞാൽ പോരെ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സംശുദ്ധീകരിക്കില്ലേ? മറ്റുള്ളവരുടെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെയെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു കാരണവശാലും നമുക്ക് ദൈവികമായിട്ട് കിട്ടുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അത് ആവശ്യമുള്ളൊരു വ്യക്തിയെടുത്ത് നിങ്ങൾക്ക് പറയാം. അതായത് സ്പിരിച്വൽ വേയിലൂടെ സഞ്ചരിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരു ഗ്രൂപ്പിലോ ഒരിടത്തോ നിങ്ങൾ പറയുന്നത് തെറ്റില്ല. എന്നാൽ ഇതുമായിട്ട് യാതൊരു താല്പര്യവും ഇല്ല, ഒരു തരം ഈശ്വര വിശ്വാസം ഇല്ലാതെ നടക്കുന്ന ഒരാളെ ഉദ്ബോധിപ്പിച്ച് കളയാന്ന് പറഞ്ഞ് നിങ്ങൾ പോയി പറയുകയാണെങ്കിൽ അത് വളരെ വലിയ തെറ്റായിരിക്കും. ഇതൊരിക്കലും പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന, നമുക്ക് പുറത്ത് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇനി പറയുമ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് പറയാതിരിക്കാൻ ഒരു ശ്രദ്ധ കൊടുക്കാൻ ഈ വീഡിയോ വളരെയധികം സഹായകരമാകും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.